ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുടുംബ വിളക്കിലെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, രോഹിത്തിൻ്റെ വിലയേറിയ വസ്തുക്കളെല്ലാം കണ്ടെടുക്കുകയാണ് സുമിത്ര. അപ്രതീക്ഷിതമായി സുമിത്രയെ കണ്ട ഞെട്ടിലാണ് രഞ്ജിത. ഇതൊക്കെയാണ് ഇന്നത്തെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഉള്ളടക്കം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കഥയിലേക്ക് പോകാം. ഇന്നലെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ സ്വരമോളെ വിളിക്കാൻ പോയ പ്രേമ സ്വരമോൾക്ക് പനി പിടിച്ച് കിടക്കുന്നതാണ് കാണുന്നത്. ഉടൻ തന്നെ പ്രേമ ഡോക്ടറെ വിളിച്ച് ഡോക്ടർ വന്ന കുഞ്ഞിന് പനിക്കുള്ള മരുന്നുകൾ നൽകുകയായിരുന്നു. പിന്നീട് കാണിക്കുന്നത് സുമിത്ര രഞ്ജിതയുടെ വീട്ടിൽ വന്ന് ചായ ഉണ്ടാക്കുകയായിരുന്നു. ചായ ഉണ്ടാക്കിയ ശേഷമാണ് രഞ്ജിത കയറി വരുന്നത്. വണ്ടിയുടെ ശബ്ദം കേട്ട് അരവിന്ദും പങ്കജും ഞെട്ടുകയായിരുന്നു. രഞ്ജിത കയറി വന്നപ്പോൾ അരവിന്ദ് അടുക്കളയിലേക്ക് നോക്കുകയായിരുന്നു. ജോലിക്കാരിയാണ് ചായ കൊണ്ടുവരുന്നതെന്ന് കരുതി രഞ്ജിത വാങ്ങി കുടിക്കുമ്പോഴാണ് സുമിത്രയെ കാണുന്നത്. ആദ്യം ഞെട്ടിപ്പോയെങ്കിലും നിങ്ങൾ എന്തിന് ഈ വീടിൻ്റെ ഉള്ളിൽ കയറിയെന്നും എൻ്റെ ചേട്ടൻ എനിക്ക് ഇഷ്ടദാനമായി തന്നതാണെന്നും പറഞ്ഞു. നിങ്ങൾ എൻ്റെ ചേട്ടനെ വശീകരിച്ച് എടുത്തതാണെന്നും അല്ലെങ്കിൽ എൻ്റെ ചേട്ടനെ ഇങ്ങനെയൊരു ഗതി വരില്ലായിരുന്നുവെന്നും പറയുകയാണ് രഞ്ജിത. ഇതൊക്കെ കേട്ട് സുമിത്രയ്ക്ക് ദേഷ്യം വരികയും എനിക്കൊന്നും അറിയില്ലെന്ന് കരുതേണ്ടെന്നും 6 വർഷം കോമയിലായെങ്കിലും ഇപ്പോൾ എനിക്ക് എല്ലാം അറിയുന്നുണ്ട്, ഞാനൊക്കെ അന്വേഷിക്കുമെന്നാണ് സുമിത്ര രഞ്ജിതയോട് പറയുന്നത്. പിന്നീട് കാണുന്നത് ചിത്ര സൂക്ഷിച്ചു വച്ച പണങ്ങളൊക്കെ എടുത്ത് സുമിത്രയ്ക്ക് കൊടുക്കാൻ എടുത്തു വയ്ക്കുമ്പോഴാണ് ദീപു വരുന്നത്. ചേച്ചി ഈ കാശ് വാങ്ങില്ലെന്നും ഭയങ്കര അഭിമാനിയാണെന്നും അതുകൊണ്ട് നിന്റെ ഈ പണം ചേച്ചി മേടിക്കാതിരുന്നാൽ നിനക്ക് വിഷമമാവുമെന്നും പറയുകയാണ് ദീപു. സാരമില്ലെന്നും ഞാൻ കൊടുക്കാമെന്നും പറയുകയാണ് ചിത്ര. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുടുംബവിളക്കിലെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയ കുടുംബവിളക്കിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.